കൃപയിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let's all be filled with the grace and pray to God. ആഗമന കാലത്തിന്റെ ഈ 4ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, സഭയുടെ പ്രബോധനത്തിൽ പ്രത്യേകിച്ച് കാഴ്ചപ്പാടുകളിൽ ഏറ്റവും കൂടുതൽ സഭ മാനുഷികമായി, ആത്മീകമായി, ഭൗതികമായി എല്ലാ മേഖലയിലും ഒരുക്കപ്പെടുന്ന 25 ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. These are the days when the church is being built up both physically, emotionally and spiritually. ദാനധർമ്മത്തിലൂടെ, കർത്താവിന്റെ കൂടെ സമയം ചെലവഴിക്കുന്നതിലൂടെ, ഇങ്ങനെയെല്ലാം നമ്മൾ ആ ആഗമന കാലത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു. Through praying and giving alms, we have been prepared to be with the Lord in these days. യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് വിശുദ്ധ ലൂക്കായുടെ രേഖയിൽ നിന്ന് 1-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വായനാക്രമത്തിൽ വരുന്നത്. Today's reading is from Luke chapter 1 verse 26 onwards. It's the coming of the Lord Jesus, the birth of Lord. കഴിയുമെങ്കിൽ ഈ വായനാ ഭാഗങ്ങൾ 26-ാം വാക്യം മുതൽ ഈ ലൂക്കായുടെ സുവിശേഷം 80-ാം വാക്യം വരെ, എനിക്ക് തോന്നുന്നു ലൂക്കായുടെ സുവിശേഷത്തിലെ ഏറ്റവും വലിയ അധ്യായമാണ് 1-ാമത്തെ അധ്യായം. അപ്പൊ 26-ാം വാക്യം മുതൽ 80 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ഈ ഞായറാഴ്ച തീരുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും വായിക്കുവാൻ നിർബന്ധിക്കുകയാണ്. We are just telling you to read right from verse 26 to the 80th verse. 6-ാം മാസം ഗബ്രിയേൽ മാലാഖ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യോസഫ് എന്ന പേരായ പുരുഷന് വിവാഹം ചെയ്യപ്പെട്ടിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെടുകയാണ്. An angel was sent to Mary. 28-ാമത്തെ വാക്യത്തിൽ അവളുടെ പേര് മറിയം എന്നായിരുന്നു. 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൂതൻ അവളുടെ അടുത്ത് ചെന്ന് കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ. Verse 28 says, and upon entering the angel said to her, Hail, full of grace, the Lord is with you. Blessed are you among women. ഇതായിരുന്നു ആ വന്ദനസ്വരം. That was the exhortation. എന്തായിരുന്നു അത്? ഒന്നുകൂടെ വായിക്കാം. കൃപ നിറഞ്ഞവളെ, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ. Hail, full of grace, the Lord is with you. Blessed are you among women. നമുക്കെല്ലാവർക്കും അവിടുത്തെ നിറവിൽ നിന്ന് കൃപ ലഭിച്ചിട്ടുണ്ട്. All of us have received from his fullness grace. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 11-10 വാക്യങ്ങളിൽ നമ്മൾ അതാണ് വായിക്കുന്നത്. അവിടുത്തെ നിറവിൽ നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. In John's gospel we have read it that upon his fullness we have all received grace upon grace. കൃപമേൽ കൃപ നമുക്ക് എല്ലാവർക്കും We കിട്ടിയിരിക്കുന്നു. are all received grace upon grace. പക്ഷേ ഇവിടെ പരിശുദ്ധ ദൈവമാതാവിന്റെ അടുക്കൽ ഗബ്രിയേൽ മാലാഖയുടെ വന്ദനസ്വരത്തിൽ പറയുന്ന ആ വാക്കൊന്ന് ശ്രദ്ധിക്കുക: കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ. But here the angel is speaking to Mother Mary. It's hail, full of grace, the Lord is with you. Blessed are you among women. കൃപ നിറഞ്ഞവളെ സുസ്തി, Hail, full of grace, കർത്താവ് നിന്നോട് കൂടെ. the Lord is with you. അതാണ് പ്രയോഗം. That's the usage. കൃപ നിറഞ്ഞവളെ. Hail, full of grace. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്നാണ് എഴുതിയിരിക്കുന്നത്. And when she heard this, she was disturbed by these words. കൃപ നിറഞ്ഞവളെ നിനക്ക് സുസ്തി എന്ന വന്ദനസ്വരം കേട്ടപ്പോൾ പരിശുദ്ധ ദൈവമാതാവ് വളരെ അസ്വസ്ഥയായി എന്നാണ് എഴുതിയിരിക്കുന്നത്. When she heard, Hail, full of grace, the Lord is with you, Mary was so disturbed by these words. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. When she heard this, she was disturbed by these words. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. What kind of greeting this might be? എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. She was thinking, what kind of salutation is this? Greeting is this? അപ്പൊ ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള വന്ദനമായിരുന്നു. It's a special kind of salutation. നമുക്ക് എല്ലാവർക്കും കൃപ ലഭിച്ചിട്ടുണ്ട്. We have all received grace. പക്ഷെ നമ്മൾ ആരും കൃപയിൽ നിറഞ്ഞിട്ടില്ല. But we are not full of grace. അതാണ് വ്യത്യാസം. നമുക്ക് എല്ലാവർക്കും കൃപ ആവശ്യമുണ്ട്. We all need grace. ഓരോ ദിവസവും നമ്മൾ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയിലാണ്. Every day we are sustained by the grace of God.
പക്ഷേ പരിശുദ്ധ ദൈവമാതാവിന് ലഭിക്കപ്പെട്ടത് വിശേഷമാണ്, ഒരു കൃപയാണ്. But Mother Mary received a special kind of grace. അതാ അവിടെ വായിക്കുന്നത്, ഒരു പ്രത്യേകമായ കൃപ. A special kind of grace. ആ കൃപ ദൈവമാതാവിൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് വചനം പറയുക. That grace is full in Mother Mary. അതാ വായിക്കുന്നത്. ദൂതൻ അവളോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. Angel said to her, "Hail, full of grace, the Lord is with you. Blessed are you among women." And when she heard this, she was so disturbed. എന്താണ് ദൈവമാതാവിനെ അസ്വസ്ഥയാക്കിയ ഈ വന്ദനം? What made her so much disturbed in her mind? അതാണ് അതിന്റെ പ്രത്യേകത. That's the importance of this. എനിക്ക് നിങ്ങൾക്കും അനുദിനം കൃപയുടെ ആവശ്യമുള്ളപ്പോൾ, We all need every day fresh grace. നമ്മളെല്ലാവരും ദൈവകൃപയിൽ അനുദിനം നിറയുമ്പോൾ, We are being filled with grace every day. കുറഞ്ഞും നിറഞ്ഞും വളർന്നും വരുമ്പോൾ, When we increase and grow in this grace, ഗബ്രിയേൽ മാലാഖയുടെ വന്ദനസ്വരം സ്വർഗ്ഗത്തിൽ നിന്നുണ്ടാകുന്നു, കൃപ നിറഞ്ഞവളേ നിനക്ക് വന്ദനം. but here we find the difference. The Gabriel angel is saying, "You are full of grace." Full of grace ആണ്. Hail, full of grace. അതാണ് ആ വ്യത്യാസം, അതാണ് ആ വ്യത്യാസം. That's the difference. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. By grace, by faith, we have all been saved. അവിടുത്തെ കൃപയാണ് നമ്മെ നിലനിർത്തുന്നത്. It's His grace that's sustaining us. പക്ഷേ ആ കൃപയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന But കൃപ. that's not grace that's been talked here. ഈശോയെ ജഡത്തിൽ സ്വീകരിക്കുവാനായി ലഭിച്ച കൃപയാണിത്. She was receiving the grace to receive Jesus in her flesh. ദൈവപുത്രനെ ശരീരത്തിൽ സ്വീകരിക്കുവാനായിട്ട് ലഭിച്ച കൃപ. To receive the Son of God into her flesh, that grace she was receiving. അപൂർവങ്ങളിൽ അപൂർവം എന്ന് പോലും പറഞ്ഞാൽ പോരാ, ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടുകയില്ലാത്തതും ഒരിക്കലായി എന്നേക്കുമായിട്ടുള്ളതുമായ ഒരു വിശേഷമാണ്, കൃപയാണ് ദൈവമാതാവിന്റെ മേൽ വന്ന This കൃപ. special kind of grace will not be repeated again, but to receive the Son of God into her flesh. ഒരിക്കലായി എന്നേക്കുമായി വന്ന കൃപ. Once and for all to receive it. അതാണ് ഇവിടെ വായിക്കുന്നത്. ദൂതൻ അവളോട്, മറിയമേ നീ ഭയപ്പെടണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. Hallelujah. Angels, do not be afraid, Mary, for you have found grace with God. അഭിവന്ദനത്തിന്റെ അർത്ഥം എന്താകുമെന്ന് അവൾ ചിന്തിച്ചു. She was considering what is the meaning of this salutation. അവൾക്ക് മനസ്സിലാവുന്നില്ല. She could not understand it. നിനക്ക് ദൈവകൃപ വേണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. If you say that you need grace, then we can understand it. കൃപയില്ലാതെ നിലനിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. Without grace you cannot stand. That you can understand. എന്നാൽ ഞാൻ ഒരു ദിവസം ഒരാളെ നോക്കിയിട്ട് പറയാ, നിന്നിൽ കൃപ അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. But suppose I am looking at one person and say, "You are full of grace." അവിടെ വലിയൊരു വിഷയം ഉണ്ടാവും. മനുഷ്യത്വത്തിൽ നിൽക്കുന്ന എന്നിൽ എങ്ങനെയാണ് ദൈവകൃപയുടെ ഉദാത്തമായ പൂർണ്ണത വരുന്നത്? The problem is that I am living in my flesh, the humanity. How can one be full of grace? Full of grace. അശുദ്ധിയുടെ ഒരു കറ പോലും കാണാൻ കഴിയാതെ വിശുദ്ധിയുടെ കൃപ പൂർണ്ണമായി ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് നിറയുന്നത്? How can we, even without a dot of sin, have fullness of grace coming into a person? ഇന്ദ്രിയങ്ങളുടെ പാപചിന്തകളെ, പാപപ്രകൃതികളെ അനുദിനം അതിജീവിക്കുന്ന കൃപ നമുക്ക് എല്ലാവർക്കും അറിയാം. We all know the grace sustains us from all falling into sin. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഇൻഫില്ലിംഗ് ആവശ്യമാണ്. That's why we always need filling. വീണ്ടും വീണ്ടും ഫില്ല് ആകേണ്ടത് We ആവശ്യമാണ്. need to be filled again and again. എന്നാൽ ഫുള്ളായി നിൽക്കുന്ന ഒരു കൃപ, But the seal, the grace that's been full in one person, ഒരിക്കലും ചോർന്നു പോകാത്ത ഒരു കൃപ, that cannot be എന്നേക്കും നിറഞ്ഞു നിൽക്കുന്ന ഒരു കൃപ, everlasting grace. ഹല്ലേലൂയ. ആ കൃപയാണ് ദൈവമാതാവിന് ലഭിച്ചതായിട്ട് ഇവിടെ That was പറയുന്നത്. the grace that Mother Mary received. ആ കൃപയാണ് പരിശുദ്ധ അമ്മയെ അമലോത്ഭവയാക്കിയത്. That made Mother Mary so unique. ഹല്ലേലൂയ. Immaculate conceptionന്റെ secret അതാണ്. That was the secret behind the immaculate conception. അശുദ്ധിയുടെ അവസാന കറകളെയും പറിച്ചു മാറ്റി. Every even single dot of sin removed. ഒരു അശുദ്ധിയുടെ ഒരു സ്പോട്ട് പോലും ഇല്ലാതെ ഒന്നിനെ ഉരുവാക്കിയെടുക്കുക, അതിനെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരിക, അതിലേക്ക് ദൈവത്തിന്റെ വിശുദ്ധിയുടെ പരിപൂർണതയെ നിക്ഷേപിക്കുക. Not even a blot of a blemish in it. Bring it like that so that the Lord can come and live in it. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. That's what we find here. ദൂതൻ അവളോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. The angel said to her, "Hail, full of grace, the Lord is with you." ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. And when she heard this, she was disturbed. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ What ചിന്തിച്ചു. is the meaning of this salutation? ദൂതൻ അവളോട് പറഞ്ഞു, മറിയാമേ
നീ ഭയപ്പെടേണ്ട. അവൾക്ക് പേടിയായി. She became afraid. അവൾക്ക് ഭയമായി. അവളോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. Angel said to her, do not afraid, Mary, for you have found grace with God. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. Behold, you shall conceive in your womb and you shall bear a son. അതാ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കൃപ മറ്റൊരാളുടെ മേലും ഇനി വരികയില്ല. This grace will never again come into someone else. കാരണം യേശു ഒരിക്കൽ കൂടെ ജനിക്കയില്ല. Jesus is not going to be born in ഒരിക്കൽ കൂടെ യേശു ജഡാവതാരം He is എടുക്കുകയില്ല. not going to be incarnate once again. ഒരിക്കലായി എന്നേക്കുമായുള്ള കാര്യം സംഭവിച്ചു കഴിഞ്ഞു. Once and for all, the thing has happened. ആ സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തിന് So one thing that has happened, നൂറ്റാണ്ടുകളായി ദൈവം ഒരുക്കിക്കൊണ്ടുവന്ന ഒരു പാത്രം, at that vessel, for that thing to happen, centuries and centuries, God has been preparing a body. അമലോത്ഭവ തിരുനാളിനോട് ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ്സില് കുവൈറ്റിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്ത ലൈവില് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കുവാൻ സമയമുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് കേൾക്കണമേ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠിപ്പീരാണ്. ഒരു പാത്രത്തിൽ എത്രത്തോളം നമ്മൾ ശുദ്ധമാക്കിയിട്ടാണ് എന്തെങ്കിലും ഒന്നിനെ വിളമ്പുന്നത്. അങ്ങനെയാണെങ്കിൽ അശുദ്ധമായ സ്ഥലത്ത്, അശുദ്ധമായ ഇടത്ത് വിശുദ്ധമായതിനെ വെക്കത്തില്ല എങ്കിൽ പരമപരിശുദ്ധമായ ദൈവപുത്രനെ സ്വീകരിക്കുവാൻ പിതാവായ ദൈവം പരിശുദ്ധ അമ്മയെ എത്രത്തോളം ശുദ്ധീകരിച്ചിട്ടുണ്ടാകും, എത്രത്തോളം പാപക്കറകളിൽ നിന്ന് ഒഴിച്ചിട്ടുണ്ടാകും, എത്രത്തോളം പരിശുദ്ധമാക്കിയിട്ടുണ്ടാകും. In a vessel, if you want to put something clean, you have to clean it first, and then you put the thing into it. Then just imagine the Son of God to become and have an immaculate birth in a virgin. How much more the body has to be prepared without any doubts or blemish, and God has been preparing that body. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. Hallelujah! You have found favor. അങ്ങനെ വായിക്കുന്നത്. Yes. 30ാമത്തെ വചനം നോക്ക്. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. You have found favor with the Lord. ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രത്യേക കൃപ നീ കണ്ടെത്തിയിരിക്കുന്നു. You have found a special kind of grace in front of God. ഒരു സ്പെഷ്യൽ പ്ലേസ് ഫോർ ദ ഗ്രേസ്. അതായിരുന്നു Hallelujah! A special place for the grace to come and inhabit. കൃപയ്ക്ക് നിറയാൻ ഒരു പ്രത്യേക സ്ഥലം ദൈവം കണ്ടെത്തിയിരുന്നു, ദൈവസന്നിധിയിൽ കണ്ടെത്തിയിരിക്കുന്നു. God found a place for the grace to be filled in that. നീ ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. You have found grace with the നീ Lord. ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. Hallelujah! And you shall conceive in your womb and shall bear a son. ഇനിയാണ് രണ്ട് പ്രവചനങ്ങൾ പറയുകയാണ്. And then comes the two prophecies. ഒന്നാമത്തെ പ്രവചനം ദാവീദിന്റെ സിംഹാസനം. First one is രണ്ടാമത്തെ പ്രവചനം യാക്കോബിന്റെ ഭവനം. First one is the throne of David and the house of God. ദാവീദിന്റെ സിംഹാസനവും യാക്കോബിന്റെ ഭവനവും. The throne of David and the house of Jacob. ഇതിലാണ് രഹസ്യം മുഴുവൻ കിടക്കുന്നത്. The whole entire secret lies in it. സഭയാം ശരീരത്തിലെ സകല രഹസ്യങ്ങളും ഈ രണ്ട് വാക്യത്തിനകത്ത് കിടക്കുകയാണ്. The mystery of the church lies in these two. ദാവീദിന്റെ സിംഹാസനം, the throne of David, യാക്കോബിന്റെ ഭവനം, and the house of Jacob. യാക്കോബ് ദാവീദിനേക്കാൾ പുറകിലുള്ളയാളാണ്. See, Jacob was far behind David. യാക്കോബിൽ നിന്നാണ് ദാവീദിന്റെ വംശം പോലും ആരംഭിക്കുന്നത്. Even out of Jacob came the descendants of David. ഇവരുടെ എല്ലാം പുറകിലാണ് അബ്രഹാം നിൽക്കുന്നത്. Even before them was Abraham. യാക്കോബിന്റെ ഭവനം എന്ന് പറയുന്നത് 12 ഗോത്രങ്ങളാണ്. The house of Jacob has 12 tribes. അത് യഹൂദരെ സംബന്ധിക്കുന്നതാണ്. It's concerning the Israelites. എന്നാൽ ദാവീദിന്റെ സിംഹാസനം എന്ന് പറയുന്നത്, but concerning the throne of David, വിജാതീയരെ സംബന്ധിക്കുന്നതാണ്. it includes the Gentiles. രണ്ട് സ്ഥലത്തും കർത്താവിന്റെ ആധിപത്യം. In two places is the reigning of Jesus. Hallelujah. ദാവീദ് സിംഹാസനത്തിൽ അവനിരിക്കും. David is sitting on the throne. യാക്കോബിന്റെ ഭവനത്തെ അവൻ എന്നേക്കും ഭരണം നടത്തും. Hallelujah. He will govern the house of Jacob. ഇസ്രായേലിനെ അവൻ റൂൾ ചെയ്യും. He will rule Israel. ജെൻറ്റൈലിനും ഇസ്രായേലിനും അവൻ രാജാവായിരിക്കും. And he will be king unto Gentile as well as the Israelites. അതാണ് അതിന്റെ അർത്ഥം. Yes. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? Mary say, how can this happen? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. I have not found. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. The Holy Spirit shall come upon you. ഇത് ഈ ആഴ്ച പ്രസംഗിച്ചില്ല, പിന്നെ എന്നാ പ്രസംഗിക്കുന്നത്? If you don't preach this, when we are going to get a chance to ഈ preach ക്രിസ്മസ് സീസണിൽ ഇത് പറഞ്ഞില്ല, പിന്നെ എപ്പോഴാ പറയുന്നത്? It's in this Christmas season that we preach this. അതുകൊണ്ട് സഭയുടെ വായനക്രമത്തിൽ ഈ വായന വരുന്നത്, ഈ അധ്യായം തന്നെ വരുന്നത്. That's why this chapter comes in the reading. ഇതെന്താണെന്നറിയോ? ഈ സ്പെഷ്യൽ ഗ്രേസ് പരിശുദ്ധ ദൈവമാതാവിന്റെ മേൽ വന്നു എന്നുള്ളതിന്റെ
ആ വ്യത്യാസം അന്ന് മുതൽ ലോകം മുഴുവൻ പരിശുദ്ധ അമ്മയെ അങ്ങനെ അംഗീകരിച്ചിരുന്നു. അതാണ് In the early times, the whole world recognized the special grace that's found in Mother Mary. ഹല്ലേലൂയ. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് എലിസബത്ത് എന്ന് പറയുന്ന ചാർച്ചക്കാരിയുടെ അടുക്കൽ പരിശുദ്ധ ദൈവമാതാവ് ചെന്നപ്പോൾ പറഞ്ഞ ഒരു അനുഗ്രഹീതമായ കാര്യമുണ്ട്. 43-ാമത്തെ വചനം, ലൂക്കായുടെ സുവിശേഷം 1:43, എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? Hallelujah. Verse 43, 43-ാമത്തെ വാക്യം. Behold, I am the handmaid of the Lord. Let it be done according to me, according to the, and the angel depart. No, it's not that. Verse 43. 43. Go on. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം. And how does this concerning me that the mother of my Lord? Hallelujah. How does this concern me? So that the mother of my Lord would come to me. Hallelujah. അതാണ് കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? So that the mother of Lord would come to me. How does this concern me? പെന്തിക്കോസുകാരനായിരുന്ന എനിക്ക് കർത്താവ് എന്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായിരുന്നു. Being a Protestant, I would have liked to say that God, Lord coming to me. I would have loved that. പക്ഷേ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയാ കർത്താവിന്റെ അമ്മ അടുത്ത് വരുന്ന വലിയ ഭാഗ്യ. But Elizabeth being filled with the Holy Spirit, the mother of the Lord coming to me, that's itself a great blessing. ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ കാണുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകരിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, ബ്രദർ ഒരുപാട് മാറിപ്പോയി, ഇപ്പൊ ഇതാ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇതൊക്കെ ചൊല്ലുന്ന രീതിയിലേക്ക് മാറിപ്പോയോ? അയ്യോ, മാറിപ്പോയതല്ല. കർത്താവിന്റെ വചനം വായിച്ചു നോക്ക്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആദ്യം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് എലിസബത്താണ്. Most of us watching me earlier would say, how much you have changed that you are now praying the prayer of Hail Mary. But when you read the scripture, even Elizabeth, the first thing she said, how much are blessed the mother of the Lord coming to my house. അവിടെ കൂടെ തീരുന്നില്ല. ലൂക്ക 1:42 വാക്യം വായിക്കേ. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി. And she was filled with the Holy Spirit. അവൾ ഉദ്ഘോഷിച്ചു. And then she said, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്. You are blessed among women. നിന്റെ ഉദരഫലം അനുഗ്രഹീതം. Your womb is so blessed. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടുന്ന് കിട്ടി? Oh, the mother of my Lord would coming to me. How much concerns me. സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്. You are blessed among women. നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. The fruit of your womb is so blessed. എന്ന് അശുദ്ധാത്മാവ് കയറി പറഞ്ഞു എന്നല്ല എഴുതിയിരിക്കുന്നത്. It's not that some spirit came and told her. Not unclean spirit was telling this. അശുദ്ധാത്മാവ് കയറി പറഞ്ഞെന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. When the Holy Spirit filled Elizabeth, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായപ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്. When she was filled with the Holy Spirit, she നിന്റെ said, ഉദരഫലം അനുഗ്രഹീതമാണ്. Blessed are you and blessed is the fruit of thy womb. പരിശുദ്ധാത്മാവിൽ ആരൊക്കെ നിറയുന്നു അവരെല്ലാരും പറയും, all those who are filled with the Holy Spirit, they all will say, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്. Blessed are you among women. നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. The fruit of thy womb is blessed. അനുഗ്രഹീതമാണ്. Hallelujah, is blessed. അങ്ങനെയാണ് അതിനെ കണ്ടിരുന്നത്. That's what the way those people saw it. ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാത്തതും This thing cannot be repeated again. ഒരിക്കലായി എന്നേക്കുമായുള്ളതുമായ Once and for all it has happened. ഒരു വലിയ ദൈവിക ഇടപെടലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. That was an interference by God in that time. ഇനി ഒരിക്കലും സംഭവിക്കത്തില്ല. It's not going to happen again. അതാണ് അവിടുത്തെ വിഷയം. That's what the ദൈവമാതാവായി ദൈവം അവളെ തെരഞ്ഞെടുക്കുകയാണ്. God has chosen as the mother of God. പുത്രനെ സ്വീകരിക്കുവാൻ ദൈവം അവളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. God chose her to receive Jesus. എലിസബത്ത് പറയുകയാണ്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുന്ന ഈ ഭാഗ്യം എനിക്ക് എവിടുന്ന് കിട്ടി? How does this concern me so that the mother of my Lord would come to me? Hallelujah. Hallelujah. കർത്താവിന്റെ അമ്മ അടുത്ത് വരുന്നത് ഭാഗ്യമായിട്ട് ആ വചനത്തിൽ പറയുന്നത്. The word says the mother of the Lord coming to her is a blessing for her. പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെടുന്നതിനെ വിമർശിച്ച്
ഭൂതവ എന്ന് പറഞ്ഞു നല്ല എഴുതിയിരിക്കുന്നത്. It's not that when the mother came there, it's an unclean spirit. No, it's not said like that. വചനം വ്യക്തമായി പറയുകയാണ്, The word ഇത് വലിയ ഭാഗ്യമാണ്. It's a so blessing. That's what. എനിക്കിത് എവിടെ നിന്ന് കിട്ടി? How does this concerning me? എലിസബത്ത് പുരോഹിതന്റെ ഭാര്യയാണ്. Elizabeth is the wife of Zechariah. ഹല്ലേലൂയ. Hallelujah. അവൾ വളരെ ഭാഗ്യവതി എന്ന് എല്ലാരും പറയുന്നേ. Everyone says she's so blessed. പക്ഷേ ഇതാ അവള് പറയുകയാണ്, എനിക്ക് ഇത്ര വലിയൊരു ഭാഗ്യം കിട്ടിയോ? And then she says, how much of blessings concern me this? എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുന്ന The ഭാഗ്യം, mother of my Lord coming to me. എന്റെ അടുത്ത് വരുന്ന ഈ ഭാഗ്യം, That blessing that the mother of Lord coming to me. ഓ ഇതെനിക്ക് എവിടുന്നാ കിട്ടിയേ? Oh, how does this concern me? ഇതെനിക്ക് എവിടുന്നാ കിട്ടിയേ? From where this, how does this concern me? ഹല്ലേലൂയ. Hallelujah. ഇതാ ഇന്ന് സഹോദരങ്ങളെ, ദൈവമാതാവ് നമ്മുടെ അടുക്കൽ വരുന്ന ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. That's the blessing today, the mother coming to us. എന്നാ പറയാൻ വരുന്നത്? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്ത് പറഞ്ഞു. When Holy Spirit was filled, Mary, Elizabeth was uttering this. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. You are blessed. നീ ആ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. You are blessed among women. അതെങ്ങനെ ലോകത്തിലുള്ള സകല സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളായി മറിയം മാറി? എങ്ങനെയാത്? എന്നാ എന്റെ രഹസ്യം? What's the secret behind it? വേറെ ഒന്നുമല്ല, 10-14 വയസ്സ് പ്രായമുള്ളപ്പോ സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ മാലാഖയെ ദൈവം അയച്ചു. There's nothing else, but at the age of 14 or 19, the angel Gabriel came to her. ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. He came and said, Hail Mary, full of grace. ഇതിന്റെ ഒന്നും അർത്ഥം മനസ്സിലായില്ല. ഈ മറിയത്തിന് കാര്യം 10-14 വയസ്സല്ലേ ഉള്ളൂ, കുഞ്ഞല്ലേ. Mary could not understand what sort of blessing is this. ആദ്യമേ തന്നെ ഈ 14 വയസ്സുള്ളതിന് ദൈവത്തിന്റെ കൃപ അങ്ങോട്ട് കൊടുത്തു. At the age of 14, the grace of God was given. ആ കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോ, ആ കൃപ കൊടുത്തു കഴിഞ്ഞപ്പോ, അതെ ഈ മറിയം സ്വീകരിച്ച കാര്യങ്ങളൊന്നും അന്ന് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് കല്യാണം കഴിക്കാതെ ഏതെങ്കിലും സ്ത്രീകൾ ഗർഭിണിയായെങ്കിൽ പരസ്യമായി കല്ലെറിഞ്ഞു കൊല്ലും. According to the law at that season, when someone is not married, if she conceives, she'll be stoned. രണ്ടാമത്, ഈ വിവരമെങ്ങാനും വീട്ടിലറിഞ്ഞാല്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഗർഭിണിയാണെന്ന് വീട്ടുകാരറിഞ്ഞാൽ എത്രത്തോളം അവർ ഉപദ്രവിക്കും. How much if this news leaks out, how much the people will start deserting her. മൂന്നാമത്, Third one. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞു നിൽക്കുക. It's only betrothal has happened with Joseph. ജോസഫ് ഈ വിവരം അറിഞ്ഞാൽ ആ പ്രദേശത്തു നിന്ന് തന്നെ സ്ഥലം വിടും. If Joseph hears this, he may desert her. അങ്ങനെ വലിയ 3 തടസ്സങ്ങൾ നിൽക്കുകയാണ്. And with all these problems, she was facing a great problem. ഒരു പുത്രനെ പ്രസവിക്കും. You will bear a child. You will concern and bear a son. അവന് യേശു എന്ന് പേരിടണം. And his name will be Jesus. ഇതെങ്ങനെ നടക്കും? How can it happen? 3 വലിയ പർവ്വത സമമായ തടസ്സങ്ങൾ നിൽക്കുമ്പോ ഈ യേശുവിനെ സ്വീകരിക്കുവാന് സാധാരണക്കാർക്ക് സാധിക്കുമോ? An ordinary woman, how can she bear this? എന്നാൽ കൃപ ലഭിച്ച ഈ മറിയം ആദ്യമേ ചിന്തിച്ചു, അതെ ഈ യേശുവിനെ സ്വീകരിച്ചിട്ട്, പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്ത ഈ രക്ഷകനെ സ്വീകരിച്ചിട്ട് എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. Probably she too had this doubts in her mind, but she knew the prophecy that എന്റെ അപ്പനോ എന്റെ അമ്മയോ എന്റെ സഹോദരങ്ങളോ അവരെ കഴിഞ്ഞും എല്ലാം ഏറ്റവും അധികമായി ഞാൻ ഈ രക്ഷകനെ സ്നേഹിക്കുന്നു. I love this Lord Savior. ലൂക്കാസ് സുവിശേഷം 1:38 മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി. അത് ഒന്നുകൂടി പറഞ്ഞിട്ട് തീർത്തേക്കാം, എന്നാലേ അവിടെ ഒക്കത്തുള്ളൂ. മൂന്നാമത്, വിവാഹം കഴിക്കാൻ പോകുന്ന ജോസഫ് എന്നെ ഉപേക്ഷിക്കുന്നെങ്കിൽ ഉപേക്ഷിക്കട്ടെ. Even if Joseph is going to be deserting me, it doesn't matter. എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഒന്നാം സ്ഥാനം എന്റെ കർത്താവിന് ഞാൻ I കൊടുക്കുകയാണ്. am going to give first preference to my Lord. അങ്ങനെ തീരുമാനമെടുത്ത് മറിയം പറഞ്ഞു. Let it be done to me. ലൂക്കോസ് 1:38. ലൂക്കാസ് സുവിശേഷം 1:38 ഇതാ കർത്താവിന്റെ ദാസി. ഈ തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി,
അങ്ങയുടെ വാക്ക് എന്നിൽ നിറവേറട്ടെ. Let it be done to me according to thy word. പ്രിയമുള്ളവരെ, മാതാവ് നമുക്ക് തരുന്ന സന്ദേശവും ഇത് തന്നെയാണ്. Mary is giving us this message today. മാതാവ് തരുന്ന ഈ ക്രിസ്തുമസിന്റെ സന്ദേശം ഇത് തന്നെയാണ്. The message of the Christmas by Mary is നിന്റെ this. അമ്മയെ കഴിഞ്ഞും കൂടുതലായി, അപ്പനെ കഴിഞ്ഞും കൂടുതലായി എന്നെ യേശുവിനെ സ്നേഹിക്കുന്നു. Are you loving the Lord more than your parents? യേശുവിനെ നടുവിൽ നിർത്തിയിട്ട് മാത്രമേ അവരെ സ്നേഹിക്കാവൂ. You have to keep Jesus in between and then start loving them. രണ്ട്, നിന്റെ രക്തത്തിലുണ്ടായ കുഞ്ഞുങ്ങൾ, Even your children of your own flesh and blood. നമ്മുടെ രക്തത്തിലുണ്ടായ കുഞ്ഞുങ്ങളെ ഈ രക്ഷകനാകുന്ന, എന്നെ വീണ്ടെടുത്തവനാകുന്ന യേശുവിനെ സ്നേഹിക്കണമെങ്കിൽ ഇവരെ സ്നേഹിക്കുന്നതിന് അത് യേശുവിനെ സ്നേഹിച്ചിട്ട് മാത്രമേ സ്നേഹിക്കാവൂ. If you want to love your children, as the first preference is to love the Lord, and then you will start loving your children also. ഭാര്യ പറയും, നിങ്ങളില്ലാതെ ഞാൻ ജീവിക്കത്തില്ല. The wife may say, without you I cannot live. ഭർത്താവ് പറയും, നീ ഇല്ലാതെ ഞാനും ജീവിക്കത്തില്ല. Vice versa also the husband will say. അത് തെറ്റായ ധാരണയാകട്ടോ. But that's not the right thing. അത് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോ ഇതെല്ലാം ഇളക്കി പറയും. When the tribulations come, the difficulties come, all these things will change. എന്നാൽ ഭർത്താവേ, താങ്കളൊന്ന് പറഞ്ഞേ, യേശു ക്രിസ്തുവിനെ നടുക്ക് നിർത്തിയിട്ട് മാത്രമേ ഭാര്യയെ നിന്നെ ഞാൻ സ്നേഹിക്കത്തുള്ളൂ. But let them think that way. Keep Jesus in between, and then you can love them each other. ഭർത്താവിനോട് പറയണം, താങ്കളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പറഞ്ഞില്ലേലും കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. പറയേണ്ട കാര്യം. കർത്താവിനെ സ്നേഹിച്ചിട്ട് ഭർത്താവിനെ സ്നേഹിക്കാമോ? ആരോഗ്യമുള്ള കുടുംബം അനുഭവിക്കാൻ പറ്റും. Love the Lord first and start loving your wife, then you will have blessed children. ദാവീദിന്റെ സിംഹാസനത്തെ രണ്ട് കാര്യം പറയാം. യാക്കോബിന്റെ ഭവനം, The house of Jacob, ദാവീദിന്റെ സിംഹാസനത്തെ പറ്റി ഒന്ന് പറയാമോ? അത് മാത്രം നമുക്ക് ജസ്റ്റ് the throne of David. In the Old Testament concept, പഴയ നിയമ കാഴ്ചപ്പാട്, especially the people, they knew this Old Testament concept. നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ലൂക്കായുടെ സുവിശേഷത്തിന്റെ കേൾവിക്കാർക്ക് ഈ പഴയ നിയമ പശ്ചാത്തലം വ്യക്തമായി അറിയാവുന്നവരാണ്. So in Isaiah 16 verse 5, യെശയ്യാവിന്റെ 16ന്റെ 5-ല്, let me read that. ഐശയ്യാ 16ന്റെ 5-ല് വചനം ഇങ്ങനെയാ പറയുന്നത്, കാരുണ്യത്തോടെ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെടും, നീതി അന്വേഷിക്കുകയും നീതിപൂർവം വിധിക്കുകയും ചെയ്യുന്ന, ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന ഒരുവൻ ദാവീദിന്റെ കൂടാരത്തിലെ ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. and Amos 9:11, ഇത് ആ പഴയ നിയമ വാക്യങ്ങള് എടുത്തു വെച്ചിട്ട് ഇത് മനസ്സിലാക്കണം. ആദ്യം നമ്മൾ വായിച്ചത് യെശയ്യാവ് 16ന്റെ 5-ാമത്തെ വാക്യമാണ്. അടുത്ത് നമ്മൾ വായിക്കുന്ന ആമോസിന്റെ പ്രവചനമാണ്. ആമോസിന്റെ പ്രവചനം 9:11, 9-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനമാണ്. അവിടെ ഇത് തന്നെയാണ് വിശദീകരിക്കുന്നത്. അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്തു വീണ്ടും അതിനെ പഴയ കാലത്തെ പോലെ ഞാൻ പണിതുയർത്തും. The audience knew these prophecies. ഈ യെശയ്യാവിന്റെ പ്രവചനവും അവസാന ലാപ്പിൽ വരുന്ന ആമോസിന്റെ പ്രവചനവും ലൂക്കായുടെ കേൾവിക്കാർക്ക് നന്നായിട്ട് അറിയാം. In the Old Testament, പഴയ നിയമത്തില് those people, the Israelites, they wanted a king. അവർക്കൊരു രാജാവിനെ വേണമായിരുന്നു. But that was not in the heart of the Father God. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇല്ലാത്ത, എന്നാൽ ജാതികളിൽ നിന്ന് കണ്ടവർ പരിശീലിച്ച ഒരു പ്രധാന ആവശ്യമായിരുന്നു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. So they went to Samuel and said, we want a king. അവർ പ്രവാചകനായ ശമൂവേലിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. And God said, okay, then you go and find out and see, look for Saul. ദൈവം പറയുകയാണ്, ശമൂവേലിലൂടെ പ്രവചനമായി അരുളപ്പാടായി വരികയാണ്, ശൗലിന്റെ അടുക്കലേക്ക് ചെല്ലുക, ശൗലിനെ അന്വേഷിക്കുക. So he was declared to be the king for that time. ആ സമയത്തേക്ക് ശൗലിനെ ഇസ്രായേലിന് ആദ്യ രാജാവായി കൊടുക്കുകയാണ്. But his mind and heart was not prepared to rule over Israelites. ഈ ശൗലിന്റെ മനസ്സും ചിന്തകളും ഈ ജനത്തെ ഭരിക്കുവാനായിട്ട് ഒരുക്കപ്പെട്ടിട്ടില്ല. And finally he fell down. ശൗല് വീഴ്ത്തപ്പെടുകയാണ്. Then David was raised up from the throne. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇല്ലാത്തതും ജാതികളിൽ നിന്ന് കണ്ട് ആവശ്യപ്പെട്ടതുമായ ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന ചിന്തയ്ക്ക് ആദ്യം ദൈവം ഉത്തരം കൊടുത്തത് ശൗലിലൂടെയായിരുന്നു. ശൗല് വീണു. രണ്ടാമത് ദൈവം ഉത്തരം കൊടുത്തത് ദാവീദിലൂടെയായിരുന്നു. And so in the Old Testament they knew the kingdom of God is this house of David.
പഴയ നിയമത്തിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ദാവീദിന്റെ സിംഹാസനം ആണ് എന്നുള്ളത് ഇസ്രായേൽ പശ്ചാത്തലമുള്ളവർക്കറിയാം. Because David came after Jacob. യാക്കോബിന് ശേഷം ദാവീദാണ് വരുന്നത്. So from the house of Jacob, David came. യാക്കോബിന്റെ കുടുംബ വംശത്തിലാണ് യാക്കോബിന്റെ കുടുംബവംശത്തിലാണ് ദാവീദ് വരുന്നത്. And the throne was established on David. ദാവീദാണ് സിംഹാസനത്തെ സ്ഥാപിക്കുന്നത്. For some time, this kingdom was not to be seen. നമ്മൾ ചില കാലത്തേക്ക് ആ സിംഹാസനത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ നമ്മൾ കാണുന്നില്ല. And now you see in this prophecy, I'm going to restore the throne of David from the house of Jacob. ദാവീദിന് ശേഷം ശലോമോൻ വരുന്നു. പിന്നീട് നമ്മൾ ഒരുപാട് രാജാക്കന്മാരെ കാണുന്നു. പക്ഷെ നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയും, ദാവീദിന്റെ കാലത്ത് ജനം അനുഭവിച്ചതുപോലുള്ള ആ ദൈവിക സമാധാനം പിന്നീട് ഒന്നും ഇസ്രായേൽ അനുഭവിച്ചിട്ടില്ല. എന്നാൽ പ്രവാസത്തിലിരുന്നും പ്രവാസത്തിൽ മടങ്ങി വന്നും നിൽക്കുന്ന ജനത്തോട് പ്രവചിക്കുന്ന യെശയ്യാവ് 16:5 അന്നേ പ്രവചിച്ചു, ദാവീദിന്റെ സിംഹാസനത്തെ ദൈവം വീണ്ടും സ്ഥാപിക്കും. Hallelujah. It's the same prophecy you find Peter saying in Acts chapter 2 also. അപ്പോസ്തലന്മാരുടെ നടപടികൾ 2-ാം അധ്യായത്തിൽ സഭയുടെ പ്രഥമ പ്രസംഗത്തിൽ ധന്യനായ പത്രോസ് ശ്ലീഹ ഈ വാക്യമാണ് ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നത്. Concerning the resurrection of Jesus and establishing the throne of David. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും പുതിയ നിയമ സഭയുടെ സ്ഥാപനവും എന്ന വിഷയം വിശദീകരിക്കുമ്പോൾ പത്രോസ് ശ്ലീഹ പറയുന്നത്, ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ പണിയുമെന്ന് യെശയ്യാ 16:5. ആമോസ് പ്രവചനം നമ്മളിപ്പോ വായിച്ച ആമോസ് 9:11 ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണം ഈശോയിലൂടെ സംഭവിച്ചു എന്നാണ് കർത്താവ് പറയുന്നത്. And that's the confirmation that Gabriel is giving to Mary. അതാണ് ആ തരത്തിലാണ് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന മാലാഖ. കാരണം മദർ മേരിയും ഇതേ ബാക്ക്ഡ്രോപ്പിൽ തന്നെയുള്ളതാണ്. She knew this whole prophesies. ഈ പഴയ നിയമ പ്രവചനം മുഴുവൻ അറിയാവുന്നയാളാണ്. അപ്പൊ മദർ മേരി ശരിക്കും ഞെട്ടിക്കാണ്, എന്താണ് ഈ പറയാൻ പോകുന്നത്, എന്താണ് ഈ പറയുന്നത്? ദാവീദിന്റെ വീണുപോയ കൂടാരം, ദാവീദിന്റെ സിംഹാസനത്തെ പണിയുന്ന ഒരാളോ? കാരണം അത് അവരുടെ ഡ്രീമാണ്. അവർ ഈ സമയത്ത് ഇസ്രായേൽ റോമാക്കാരുടെ കീഴിലാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ദാവീദിന്റെ കാലത്തുണ്ടായിരുന്ന നല്ല കാലം ചിരകാല സ്മരണയിലാണ്. അപ്പൊ ആര് വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കും എന്ന് പറയുമ്പോഴാണ് ഒരു യഹൂദ പെൺകുട്ടിക്ക്, ഒരു സാധാരണക്കാരി എന്ന് എല്ലാവരും വിളിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ അടുക്കലേക്ക് അസാധാരണമായ ദൈവിക ഇടപെടൽ. അവൾ ജനിക്കും മുമ്പേ തന്നെ, അവൾ ജനിച്ച ശേഷം തന്നെ, അവൾ ദൈവപുത്രനെ സ്വീകരിച്ചതിന് ശേഷം പോലും നിലനിന്ന ഒരു ദൈവിക ഇടപെടൽ വരുന്നു. വന്ദനസ്വരം വരികയാണ്. Yes, and that's why the exhortation comes. And this kingdom is going to last forever. അതുകൊണ്ടാണ് പറയുന്നത് ഈ സിംഹാസനം എന്നും എന്നേക്കും ഇരിക്കും. In the Old Testament it fall for some time. പഴയ നിയമത്തിൽ ദാവീദിന്റെ സിംഹാസനം കുറച്ചു കാലത്തേക്ക് കണ്ടുള്ളൂ. Right now this kingdom where Jesus is going to rule. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡ്രീമാണ്. Yes, that is the dream. Yes. അവര് പറയും ദാവീദിന്റെ സിംഹാസനം എന്നാ റെസ്റ്റോർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. Yeah, they're asking when they are going to restore that kingdom. They were in exile for a long time. കാലാകാലങ്ങൾ അവർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. Their only hope was the kingdom of the David. ദാവീദിന്റെ സിംഹാസനമാണ് അവരുടെ ഏറ്റവും വലിയ. Praying and prophesying and waiting, and priesthood were doing priestly ministry for this to see the kingdom has to come. ഈ രാജ്യം വരുവാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും പ്രവചനാത്മക രീതിയിൽ ഇരിക്കുകയും ചെയ്യുമായിരുന്നു. Now the angel of the Lord is descending down from above. ഇപ്പോൾ ഗബ്രിയേൽ മാലാഖ ഇറങ്ങി വന്നു പറയുന്നു. And sending heavenly message to Mother Mary. അമ്മയോട് സംസാരിക്കുന്നു. You will see a son, that son will restore the kingdom of David again. എന്നിലൂടെ ഒരു സന്തതി വരും, യേശു വന്ന് ദാവീദിന്റെ സിംഹാസനത്തെ പുനഃസ്ഥാപിക്കും. ജോസഫ് പറഞ്ഞ പോലെ ഒരുപാട് പ്രതിസന്ധികളുടെ മലകൾ മുമ്പിൽ നിന്നപ്പോഴും ഒറ്റ വാക്ക് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി. Even though she could not understand how this happened, but one thing she said, let it be done to me according to thy word. കാലത്തിന്റെ വിശുദ്ധ ഞായറാഴ്ചകളിലൂടെ നടക്കുന്ന സകല ക്രൈസ്തവ വിശുദ്ധരുമേ, ഈ ദിവസത്തിൽ കേൾക്കുക, ഈ 100 വിഷയങ്ങൾ മുൻപിൽ നിൽക്കുമ്പോഴും കർത്താവിനെ നെഞ്ചോട് ചേർത്ത് അഭിമാനത്തോടെ പറയാൻ നമുക്ക് കഴിയട്ടെ, ഇതാ കർത്താവിന്റെ ദാസി
നിന്റെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ. In the spite of many problems that is troubling you, put your hand on your chest and say, let it be done to me according to thy word. 4 ചിത്രങ്ങൾ. ഒന്ന് പരിപാലനത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ജോസഫ് ഒരു ഭാഗത്ത്. There are 4 pictures. One, she has been handed over to Joseph. കന്യകാ വ്രതം എന്ന തന്റെ വ്രതം മറുഭാഗത്ത്. She has to keep her virginity. അല്ലല്ല, അതാണ് ആ കന്യകാ വ്രതമാണ് ഏറ്റവും വിശിഷ്ടമായത് ഇവിടെ. Yes. Son was born in a virgin. Virgin birth is the key for this. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അതായിരുന്നു A പ്രവചനം. virgin shall conceive a son. പരിപാലനത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ജോസഫ് ഒരു ഭാഗത്ത്. Joseph was there. She was handed over to Joseph. ജീവിതത്തിൽ എടുത്ത കന്യകാ വ്രതം ഒരു ഭാഗത്ത്. She has to keep her word of virginity. ഇതെല്ലാം മുന്നിൽ നിൽക്കുകയാണ്. These are all big mountains before her. ഇതിനു മുമ്പോ പിമ്പോ ആരെങ്കിലും എവിടെങ്കിലും പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കേട്ടിട്ടുള്ള ഒരു സാക്ഷി വേലും ചെവിയിൽ ഉണ്ടെങ്കിൽ ഈ കേട്ട കാര്യം വിശ്വസിക്കാൻ എന്ത് എളുപ്പമായിരുന്നു. There is no witness to say that a virgin is conceived just like this before. കറുവച്ചാലിലോ ചെങ്ങന്നൂരോ കട്ടപ്പനയിലോ ആർക്കെങ്കിലും ഇത് സംഭവിച്ചായിരുന്നെ അവരുടെ അടുത്തെങ്കിലും പോയി ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാ. അതുകൊണ്ടാണ് ഈ സെയിം മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ദൈവം കണക്ട് ചെയ്യുന്നത്. Hallelujah. God always connect the same mind people. Hallelujah. അതാ നമ്മൾ കാണുന്നേ. Yes. അതാ നമ്മൾ കാണുന്നേ. ദൈവം എന്ത് ചെയ്തു? പെട്ടെന്ന് ഇത് ഉറപ്പിക്കാൻ വേണ്ടി എലിസബത്തിന്റെ അടുക്കിലേക്ക് വിട്ടു. And just to settle it in her heart, God sent her to Elizabeth. എലിസബത്തിന്റെ അടുക്കിലേക്ക് വിട്ടു. Mary was sent to Elizabeth. അതും അസാധ്യത്തെ സാധ്യമാക്കി നിൽക്കുക. അവിടെ സാധിപ്പിച്ചു നിൽക്കുക. കാരണം ലോകത്തൊരു മനുഷ്യനോട് ഈ ഗർഭധാരണത്തിന്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയില്ല. Not to anyone this was disclosed. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എലിസബത്തിന്റെ അടുക്കിലേക്ക് വിട്ടു. She was sent to Elizabeth. എലിസബത്തിന്റെ അടുക്കിലേക്ക് വിട്ടിട്ട് എലിസബത്തിനെയും കൊണ്ട് പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുകയാണ്. And Elizabeth was the Holy Spirit came upon Elizabeth, and then she is settling this, saying this. എന്റെ കർത്താവിന്റെ അമ്മ, How come the mother of my Lord come to me? കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുന്ന ഭാഗ്യം എനിക്ക് ഇവിടെ നിന്നുണ്ടായി. How much blessed is me, the mother of my Lord coming to me. മെറ്റർട്ടോ കൊറോയ്. Hallelujah. കുരിയോ ആണല്ലോ അതിന്റെ അന്ന് കുര്യാക്കോസ് ഒക്കെ വന്നേ. കുരിയോ Greek word kurios. ആ കുരിയോടെ മെറ്ററേ, Kurio metre. എന്റെ അടുക്കൽ വരുന്ന ഭാഗ്യം എനിക്ക് ഇവിടെ നിന്നുണ്ടായി. Kurio metre, that blessing. How can this mother of Mary coming to me? മെറ്റർട്ടോ കുരിയോ, Metre, കർത്താവിന്റെ അമ്മ, the mother of the Lord എന്റെ അടുക്കൽ വരുന്ന ഭാഗ്യം എനിക്ക് ഇവിടെ നിന്നുണ്ടായി. coming to me. How much a blessing is this? ഇത് ഉറപ്പിക്കുകയാണ്. She's settling in. വന്ദനസ്വരം കേട്ടപ്പോഴേ ഗർഭത്തിൽ പിള്ള തുള്ളുകയാണ്. Hallelujah. When she heard this, the child in her womb began to leap. അഭിവാദനം കേട്ടപ്പോൾ മറിയത്തിന്റെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാമത്തെ മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോ എലിസബത്തിന്റെ ഉദരത്തില് ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി. She was filled with the Holy Spirit, and the child leaped in her womb. അവൾ ഉദ്ഘോഷിച്ചു. അവൾ വിളിച്ചു പറയാൻ തുടങ്ങി, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. Blessed is among women. നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. Your fruit of the womb is blessed. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? Hallelujah. How can the mother of Lord coming to me? Such a blessing is for me. എന്റെ കർത്താവിന്. ഇനിയാണ് 47-ാം വാക്യം നോക്കിക്കോണേ. 47-ാമത്തെ വാക്യം. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച. 45-ാമത്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. Hallelujah. നീ ആ ഭാഗ്യവതി. നീ ഭാഗ്യവതി. എന്നിട്ട് നോക്കണം, മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന് പറഞ്ഞ കംപ്ലീറ്റ്ലി പരിശുദ്ധ അമ്മാനെ പറയുക, എനിക്ക് എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ എന്റെ രക്ഷകനായ യേശുവിൽ നിന്ന്, ദൈവത്തിൽ നിന്നുള്ളതാണ്. What all things I'm having is from my Lord. ഞാൻ ഇമ്മാക്കുലേറ്റ് ആണോ, ഞാൻ അമലോത്ഭവയാണോ, അത് ദൈവം എനിക്ക് തന്ന വരവാ, ഞാൻ എന്റെ കഴിവിലായതല്ല. It's a gift from God that I became immaculate for this. അതാണ് പ്രബോധന വ്യത്യാസം. ഇതാണ് രണ്ടാമത്തെ രണ്ട് പ്രാർത്ഥനയായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന. നന്മ നിറഞ്ഞ മറിയമേ, ആ പ്രാർത്ഥന രണ്ടായിട്ടാണ് വരുന്നത്. ആ രണ്ടാമത്തെ ഭാഗം ഇതാ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 47-ാമത്തെ വാക്യം. ഇപ്പോൾ മുതൽ സകല തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. 49-ാമത്തെ വാക്യം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു.
ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അപ്പൊ ശക്തനായവൻ പരിശുദ്ധ അമ്മയ്ക്ക് ചെയ്ത ആ വലിയ കാര്യം ഏതാ? Hallelujah. What's the big thing that the Lord has done to Mary? ആ വലിയ കാര്യമാണ് സകല തലമുറയും ഭാഗ്യവതി എന്ന പരിശുദ്ധ മറിയത്തെ പ്രകീർത്തിക്കുന്ന ആ ഭാഗ്യം. Because of the whole generation will bless you. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. Right from this ലൂക്കാസ് day. സുവിശേഷം 1:48. Hallelujah. 1:48. From this day ഇപ്പോൾ onwards. മുതൽ From this day എല്ലാ onwards. തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. All generations shall call me blessed. ഇപ്പം മുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. Right from this day onwards, all generations ഒരു shall bless തലമുറ me. പോലും ഇത് മുറിഞ്ഞു പോകത്തില്ല. സകല തലമുറകളും All generations will bless her. ഇപ്പം മുതൽ സകല തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് All പ്രകീർത്തിക്കും. generations will bless her. ശക്തനായവൻ എനിക്ക് വലിയ കാര്യം ചെയ്തിരിക്കുന്നു. Because the Lord has done a mighty thing in my life. നമുക്ക് ഇതിന്റെ അകത്തുള്ള സന്ദേശം എന്താ? What is the message for us through this? പ്രത്യേകമായ വിധത്തിൽ പ്രത്യേക തരത്തിൽ ദൈവം മുൻകൂട്ടി ഒരുക്കിയ ദൈവത്തിന്റെ പദ്ധതിക്ക് ഒത്തവണ്ണം ജനിപ്പിച്ച് വളർത്തി ദൈവത്തിന്റെ പരമപരിശുദ്ധമായതിനെ ദൈവം നിക്ഷേപിക്കും മുമ്പേ പാപത്തിന്റെ അവസാന കറ പോലുമില്ലാതെ അതിനെ വിശുദ്ധീകരിച്ച് പരിപാവനമാക്കി ദൈവപുത്രനെ നിക്ഷേപിച്ച് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്നാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നതാണ് നമ്മുടെ ഭാഗ്യം. Hallelujah. You should come to a realization that in the predestination of God, God prepared a body without any blemish of sin and filled her with the full grace of God, so that you believe her, that's our blessing. ജീസസ് എന്ന് നമ്മൾ എന്നെ അറിയുന്ന യേശുവേ എന്ന് ഞാൻ വിളിക്കുമ്പോൾ, When I ask Jesus, when I call Jesus, ഈ ശരീരത്തിലെ മുഴുവൻ വൈകാരികതകളെയും ഈശോ അറിഞ്ഞത് മനുഷ്യത്വത്തിലൂടെയായിരുന്നു, ഹ്യൂമാനിറ്റിയിലൂടെയായിരുന്നു. he understood all the problems through when he became a human being. ആ ഹ്യൂമാനിറ്റി മുഴുവൻ സ്വീകരിച്ചത് ഈ ദൈവമാതാവിൽ നിന്നായിരുന്നു. Hallelujah. He received all the humanity, all the feelings and emotions through Mother Mary. അതുകൊണ്ടാണ് സംശയലേശമന്യേ ഗലാത്യർ 4:4 പ്രഖ്യാപിക്കുന്നത്, സ്ത്രീയിൽ നിന്ന് ജനിച്ചു, Son born of woman. ഹല്ലേലൂയ. Hallelujah. Galatians 4:4. എന്നെ അറിഞ്ഞത്, മനുഷ്യനെ അറിഞ്ഞത് അങ്ങനെ തന്നെയാ. Yes. ആ മനുഷ്യനെ അറിഞ്ഞത് അതിലൂടെയാണ്. It's true. He came to know humanity. ഇപ്പൊ മനുഷ്യന്റെ ഇടയിലേക്കുള്ള പിതാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യന്റെ ഇടയിലേക്കുള്ള ഒരു ബ്രിഡ്ജാണ് പരിശുദ്ധ ദൈവമാതാവ്. Hallelujah. Mary was a bridge for the God to come and inhabit among men. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Yes. Jesus came down through whom? അതാണ് സ്വർഗ്ഗത്തിലിരിക്കുന്ന God, he came down. ഇറങ്ങി വന്നു. ആരിലൂടെ? Through whom? ഇങ്ങനെ ഒന്നിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. ഗലാത്യർ 4:4. 4:4. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി, സ്ത്രീയിൽ നിന്ന് ജാതനായി, Born of a woman, നിയമത്തിന് അതീതനായി ജനിച്ചു. born under the law. ഹല്ലേലൂയ. ഇന്ന് ഞാൻ യേശുവേ എന്ന് വിളിക്കുമ്പോ എന്റെ ആ വൈകാരികതയെ ഈശോയ്ക്ക് അറിയാൻ കഴിയുന്നത്, അവിടുത്തെ ദൈവത്വത്തിൽ അവിടുത്തെ പൂർണ്ണ സർവജ്ഞാനിയാണ്. എന്നാൽ അവിടുത്തെ മനുഷ്യത്വത്തിൽ എന്റെ വിളിയെ അറിയുന്നത് ആ മനുഷ്യത്വത്തിന്റെ സ്പന്ദനം അവിടുന്ന് സ്വീകരിച്ചതുകൊണ്ടാണ്. ആ മനുഷ്യത്വത്തിന്റെ സ്പന്ദനം അവിടുന്ന് സ്വീകരിച്ചത് പരിശുദ്ധ ദൈവമാതാവിൽ നിന്നാണ്. Hallelujah. Today when I call Jesus, he can understand all the emotions and feelings I go through. How? Because he came and received all those feelings and emotions in Mary. ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് സമ്മേളിച്ച സ്ഥലമാണ് അമ്മയുടെ ഉദരം. Her womb is a place where humanity and divinity came together. അതുകൊണ്ട് തന്നെയാണ് രണ്ട് മേഖലയിലും ആക്സസ് നമുക്ക് തരാൻ, നമ്മെ സഹായിക്കാൻ, നമ്മോടൊപ്പം പ്രാർത്ഥിക്കാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ദൈവമാതാവിന് കഴിയുന്നത്. That's the reason why Mary can give access to pray with us, as also pray there for us. ഹല്ലേലൂയ. Hallelujah. വീടിന്റെ അകത്ത വിഷയത്തെ പോലും എടുത്തോണ്ട് പോയി പുത്രനെ അറിയിക്കാൻ കഴിയും. Hallelujah. The problems inside the house, she can take it and go and intercede with the Father.
അത് ജീവിച്ചിരുന്നത് മാത്രമല്ല, It's not when she was living it. ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒരു വ്യത്യാസവും ദൈവത്തിൽ സംഭവിക്കുന്നില്ല. മനുഷ്യത്വത്തില നമ്മൾ പറയുന്ന ആള് പോയി ആള് വന്നു എന്നൊക്കെ പറയും. In God, whether you're alive or dead, nothing matters. ജീവിച്ചാലും മരിച്ചാലും നാം ക്രിസ്തുവിലായിരിക്കുന്നു. Whether we die, we are with the Lord. പ്രത്യേകിച്ച് ഈ മാസം കേട്ടോ, ഈ ഡിസംബർ മാസം The Lent season. ദൈവ കൃപയുടെ മാസമായി നമ്മൾ Let സ്വീകരിക്കണം. us receive the grace during this season. ദൈവമാതാവിനോട് ചേർന്ന് ദൈവകൃപയുടെ മാസമായി നമ്മൾ സ്വീകരിക്കണം. Let's join along with Mother Mary and receive the season of ഞങ്ങളിത് grace. പറയുന്നതിന്റെ കാര്യം എന്ന് ചോദിച്ചാല്, Why we are telling this? ഇതിനെ കുറിച്ചുള്ള അജ്ഞതയിലായിരുന്നു ദീർഘവർഷങ്ങൾ. We were, ആണോ അല്ലയോ? for a long time, we were not ignorant about these things. ഇതിനെക്കുറിച്ച്, ഈ മാതാവിനെ കുറിച്ചോ വ്യക്തമായിട്ടുള്ള അറിവ്, ഹാഗാറിനെ പറ്റി മണിക്കൂറുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. സാറായെ പറ്റി മണിക്കൂറുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. ആണോ അല്ലയോ? അതെ. ദെബോര, ആരൊക്കെയായിരുന്നു? ഹന്ന, ഇവൻ എലിസബത്തിനെ പോലും മണിക്കൂറുകൾ പ്രസംഗിക്കുവായിരുന്നു. എന്തുകൊണ്ടോ ഇതുപോലൊരു ഭാഗ്യം സിദ്ധിച്ച ദൈവിക രക്ഷാ കാര്യപരിപാടിയിൽ കേറിക്കൂടിയ എന്ന വാക്കല്ല, ദൈവിക രക്ഷാ പരിപാടിയിൽ ദൈവം നിശ്ചയിച്ചുറപ്പിച്ച യോഹന്നാൻ സ്ലീഹയ്ക്ക് ഏറ്റവും കൂടുതൽ ദൈവമാതാവിനോട് ചേർന്ന് സമയം കിട്ടിയത്. Hallelujah. അതുകൊണ്ടാണ് ജോണൈൻ ഗോസ്പൽ മുഴുവൻ ഇതിന്റെ പിക്ചറാണ്. All through- യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുമ്പോ മുതല്, യോഹന്നാന്റെ സുവിശേഷം നീളുമ്പോ മുതല് നമ്മള് കന്യകാജന്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണില്ല. You don't find it. പക്ഷേ കന്യകാജന്യത്തിന്റെ മുഴുവൻ മിസ്റ്ററി എവിടെയുണ്ട്? വചനം ജഡമായി തീർന്നു. Word became flesh. The whole mystery of this incarnation, see, the word became flesh and dwelt among us. വചനം മാംസമായി തീർന്നു. വചനം മാംസമായി തീർന്നു. അതവിടെ കാണാൻ കഴിയും. യോഹന്നാൻസിലേക്ക് അവസാനിക്കുമ്പോൾ കുരിശിന്റെ ചോട്ടിൽ നിമ്ര ശിരസനായി നിൽക്കുന്ന യോഹന്നാന്റെ അടുക്കലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പരിശുദ്ധ. At the foot of the cross, Jesus looked at Joseph and said, John and said, "This is your mother." And to Mother Mary, he said, "This is your son." ദൈവമാതാവിനെ യോഹന്നാൻ സ്ലീഹ അല്ലാതെ വേറെ ആരും സ്വർഗത്തിൽ കണ്ടതായിട്ട് ഇതിനെ എഴുതി വെച്ചിട്ടില്ല. Only in the revelation you find that John when he was lifted വെളിപാട് up, എഴുതിയ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ വിശിഷ്ടമായ സ്ഥാനം കണ്ട സ്വർഗീയ രാജ്ഞിയായ സൂര്യനെ ഉടയാടയായി ധരിച്ച, ചന്ദ്രനെ പാദത്തിൽ ചവിട്ടി നിൽക്കുന്ന, നക്ഷത്രങ്ങൾ തലയിൽ വെച്ചിരിക്കുന്ന, നക്ഷത്രങ്ങൾ കൊണ്ട് കിരീടമുള്ള ആ സ്വർഗീയ രാജ്ഞിയുടെ കാഴ്ച വേറെ ഒരു അപ്പോസ്തലനും കണ്ടിട്ടില്ല. വിശുദ്ധ യോഹന്നാൻ സ്ലീഹയ്ക്കാണ് ദൈവം വെളിപ്പെടുന്നത്. കാരണം ഇത്ര ഇന്റിമസിയിൽ പരിശുദ്ധ ദൈവമാതാവിനെ ആരും അറിഞ്ഞിട്ടില്ല. John only started describing about the queen of heaven as Mary. In Revelation chapter 12, ഇന്ന് നമുക്ക് പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് ഉയരേണ്ടത്. Hallelujah. We have to stand along with Mother Mary and have that കടന്നുപോയ prayer. വ്യഥയുടെ വേദനയുടെ നിമിഷങ്ങളും മണിക്കൂറുകളുമാണ് നമ്മൾ ഈ കടന്നു പോകുന്ന വേളകളെല്ലാം. നമ്മൾ Hallelujah. പടക്കം പൊട്ടിച്ചും ക്രിസ്മസ് നക്ഷത്രം തൂക്കിയും പുൽക്കൂടുണ്ടാക്കിയും ഒക്കെ വലിയ ആഘോഷത്തിലേക്ക് ക്രിസ്മസിന്റെ ദിവസങ്ങളിലേക്ക് കടന്നു പോകുന്നു. നാട്ടിലുള്ള പോത്തിനെ എല്ലാം വെട്ടുന്നു, കോഴിയെല്ലാം ഓടിച്ചിട്ട് പിടിക്കുന്നു. നമ്മൾ വലിയ ആഘോഷത്തിലേക്ക് പോകുമ്പോൾ ഈ രാത്രികൾ അമ്മയുടെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അപ്രതീക്ഷിതമായ യാത്രയുടെ ആവശ്യങ്ങൾ, വഴിയമ്പലത്തിൽ ഇടം കിട്ടാത്ത സ്ഥലങ്ങള്, നിറഗർഭിണിയായിട്ട് അലലിന്റെ അലച്ചിലിന്റെ യാത്രകളായിരുന്നു. ആ യാത്രയുടെ ഒടുവിലാണ് ആ വലിയ സർവ്വജനത്തിന്റെ മഹാസന്തോഷമായി പിറന്ന കർത്താവിന്റെ ജനനം വരുന്നത്. When we are celebrating Christmas, don't forget about all the troubles and the problems that Mother Mary, when she was carrying Jesus, went through. ഇന്നത്തെ ആപ്തവാക്യമായിട്ട് സ്വീകരിച്ചു. കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ ശക്തമായ വാക്ക്, എനിക്കൊന്നും അറിയത്തില്ല, എന്റെ കർത്താവിന് എല്ലാം അറിയാം, ഇതാ കർത്താവിന്റെ ദാസി. Hallelujah. In the midst of all your troubling situations, you need not know everything, but you just say, "You know, Lord, everything about it. എവിടെ Here are my പ്രസവിക്കുമെന്ന് servant. എനിക്കറിയില്ല, ഇതാ കർത്താവിന്റെ ദാസി. I don't know where to give birth, but here I am your servant. എങ്ങനെ അവിടെ എത്തിച്ചേരുമെന്ന് എനിക്കറിയില്ല, ഇതാ കർത്താവിന്റെ ദാസി. I don't know how I'm going to reach there, but here I am your servant. യോസഫ് ഉപേക്ഷിക്കുമോ എന്നറിയില്ല, ഇതാ കർത്താവിന്റെ Whether ദാസി. Joseph will desert me, I don't know, but I am your servant. ആരിനി പരിപാലിക്കുമെന്നറിയില്ല, എന്നാലും ഇതാ കർത്താവിന്റെ ദാസി. I don't know who will take care of me, but here I am, Lord. എവിടെ എനിക്ക് Servant. അഭയം കിട്ടുമെന്നറിയില്ല, എന്നാലും ഇതാ കർത്താവിന്റെ ദാസി. Yeah, I'm submitting myself to you, O Lord. ദൈവമാ പറഞ്ഞതെങ്കിൽ ദൈവം പൂർത്തീകരിച്ചോളും. If God has said it, then He will ഇതാ finish it. കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടമെന്നിൽ നടക്കട്ടെ. Ayo, let
Let your will be done in me. അങ്ങയുടെ ഹിതം പോലെ നടക്കട്ടെ. Hallelujah. You may be going through so many questions today. You may be asking so many questions today. You may be going through different circumstances today. But this is the area where God wants you to develop yourself. What is that area? Lord, here am I. ഞാൻ നിൽക്കുന്നു. I'm your servant. Lead me in your path. ഹല്ലേലൂയ. നിങ്ങൾ വിവിധ പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യം നടുവിലൂടെ പോകുമ്പോഴും അവിടെ നിന്ന് വേണം കർത്താവേ, ഇതാ അങ്ങയുടെ ദാസൻ. എന്റെ ഭാവിയെ കുറിച്ച് എനിക്ക് ഒരുപാട് അനിശ്ചിതത്വമുണ്ട്. I may not know what is going on in my future. I'm concerned about my future. അതിനെക്കുറിച്ച് എന്റെ ഭാവിയെക്കുറിച്ച് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. But still, എന്നാലും here is your servant. ഇതാ അങ്ങയുടെ ദാസൻ. Let your will be done. അങ്ങയുടെ ഹിതം പോലെ നടക്കട്ടെ. അങ്ങനെ ഒന്ന് പറയാമോ? Can you speak like that? എന്റെ മകനെ കുറിച്ച് ഞാൻ ഭാരത്തിലാവുള്ളേ. If you are concerned about your son, എന്നെ കുറിച്ച് തന്നെ ഞാൻ ഭാരത്തിലാവുള്ളേ. even if you are concerned concerning yourself. ആ ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിക്കുമെന്ന് സംഭവിക്കുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ആ ഒരു വാക്യം കർത്താവിന്റെ അപ്പോൾ മറിയം 38ാമത്തെ വാക്യം, മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. എഴുന്നേറ്റൊന്നുകൊണ്ട് നമുക്ക് പറയാം, കരമുയർത്തിക്കൊണ്ട് നമുക്ക് പറയാം. Let it be done unto you according to thy word. ഇതാ കർത്താവിന്റെ ദാസി, behold I am your handmaid. നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. Let it be done to you according to your word. വേറൊന്നും എനിക്ക് വേണ്ട. I don't want anything else. എനിക്ക് ചോദ്യമില്ല, ഉത്തരവുമില്ല, ഒന്നുമില്ല. I don't have any questions or answers. എനിക്കൊന്നും അറിയത്തുമില്ല, എനിക്കൊന്നും അറിയുകയും വേണ്ട. I don't know anything, I don't want to know also. ഇതാ കർത്താവിന്റെ ദാസി, but I just come in, here I am your servant. നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. Let it be done to me according to thy word. കരമുയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായിട്ട് പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചോണം. Hallelujah. Join along with Mother Mary and start praying. നിങ്ങൾ ഒരു ബ്രദറിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, if you wish to join along with a brother and pray, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ കൂടെ, ഒരു ധ്യാനഗുരുവിന്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, if you like to pray along with a servant of the Lord, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ Mary found grace in God. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ അമ്മേ, ദൈവമാതാവിനോട് ചേർന്ന് join along with Mother Mary. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let's pray together. നമ്മുടെ മുഴുവൻ വൈകാരികതകളെയും അറിയുവാൻ കഴിയുന്ന അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. The one who knows all your feelings and your attitudes. ഇത് അമ്മയോടുള്ള പ്രാർത്ഥനയല്ല. It's not towards Mother. ഇത് അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥന. It's joining with her and praying. ഇത് സകല വിശുദ്ധരോട് ചേർന്നുള്ള പ്രാർത്ഥന. We're joining along with all the saints. ഇന്ന് കുരുക്കുകൾ അഴിയും. Hallelujah. കുരുക്കുകൾ അഴിയും. All your problems will be solved. ഒത്തിരി കുരുക്കുകളെ അഴിച്ചാണ് ദൈവമാതാവ് സ്വർഗ്ഗത്തിൽ ഉപവിഷ്ടയായത്. Because Mother Mary had to break away all the chains to be at the ഇന്ന് നമ്മോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും ദൈവമാതാവിന്. She can pray along with us today. കരം പിരിച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. Stretch out your hands and pray. അമ്മ കടന്നുപോയ വ്യഥകളിൽ അമ്മയുടെ മേൽ വന്ന അതേ കൃപ എൻ്റെ മേൽ വരട്ടെ. The same grace that she went through, let the same grace come upon me. അങ്ങനെയൊന്ന് പറഞ്ഞേ, എനിക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. Lord, I have a lot of questions. പറഞ്ഞേ, കർത്താവേ, എനിക്കും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ അവിടുത്തെ കൃപ വരുമ്പോൾ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമാകുമെന്നും ഞാൻ അറിയാത്ത വഴികളിലൂടെ, ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത ഇടങ്ങളിലൂടെ എന്നെ അവിടുന്ന് നടത്തുന്നുവെന്നോ, എന്നെ അങ്ങ് നടത്തുന്നുവെന്നോ, എന്നെ ജയാളിയാക്കുന്നുവെന്നോ ഞാൻ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗവാസികളോട് ചേർന്ന്, join along with the heavenly realms, സാറാഫികളോട് ചേർന്ന്, along with seraphims, കെരൂബികളോട് ചേർന്ന്, along with cherubims, ദൂതശൃംഖങ്ങളോട് ചേർന്ന്, along with all the saints and the angels, രക്തസാക്ഷികളോട് ചേർന്ന്, along with the martyrs, സകല വിശുദ്ധരോട് along with ചേർന്ന്, all saints, ഹല്ലേലൂയ, hallelujah, സമർപ്പിതരോട് ചേർന്ന്, hallelujah, with all the priesthood, പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന്, along with the right of the priesthood, സമിതിയോട് ചേർന്ന്, hallelujah, ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അഭിഷേകം ഇറങ്ങട്ടെ. ഓരോ മക്കളുടെ ജീവിതത്തിലും ദൈവമാതാവിന്റെ മേൽ വന്ന അതേ കൃപ തന്നെ ഇറങ്ങി വന്നു. let the same grace that fall upon Mother Mary, കുരുക്കുകളെ അഴിക്കുന്ന, കടഭാരങ്ങളെ പൊട്ടിച്ചെറിയുന്ന, the breaking away chains and breaking away death bondages, the mountain breaking grace, let it fall upon each and every one. ഒരുമിച്ച് സ്തുതിക്കാം, ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, hallelujah. ഹല്ലേലൂയ.
സ്തുതിച്ചോ, സ്തുതിച്ചോ. നിറയട്ടെ എന്നിൽ ഒഴുകട്ടെ കവിയട്ടെ പുതിയൊരു അഭിഷേകം നിറയട്ടെ എന്നിൽ ഒഴുകട്ടെ കവിയട്ടെ പുതിയൊരു അഭിഷേകം എല്ലാവരുടെ മേലും കൃപയെ വർഷിക്കണമേ. സർവശക്തനായ പിതാവേ, അവിടുത്തെ പ്രിയപുത്രിയുടെ മേൽ ഇത്രയും വലിയ നിക്ഷേപത്തെ വെച്ച് മനുഷ്യരുടെ പ്രതിനിധിയായി മനുഷ്യരുടെ മുഴുവൻ വൈകാരികതകളെയും മനുഷ്യത്വത്തിൽ വന്ന് അറിയാൻ അവിടുന്ന് തീരുമാനിച്ചപ്പോ അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഒരു വിശേഷമായ കൃപയെ കരസ്ഥമാക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് അവിടുന്ന് കൊടുത്ത ആ വരദാനത്തിന്റെ അഭിഷേകം, അതേ നിറവ് ഓരോ മക്കളിലേക്കും ഇപ്പോൾ അയക്കണമേ. ഞങ്ങളിൽ പലരും ആരോപണങ്ങളിലൂടെ കടന്നു പോകുകയാണ്. ഞങ്ങളിൽ പലരും ആശങ്കകളിലാണ്. ഞങ്ങളിൽ പലരും ആകസ്മികമായ കാര്യങ്ങൾ സംഭവിച്ചത് പ്രതിയായി വേദനയിലാണ്. ഈ സമയത്ത് വലിയ അഭിഷേകത്തെ ഓരോ കുടുംബങ്ങളുടെ മേലും അയക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച മടുത്ത വിഷയങ്ങളുടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വചനമായി തീർന്ന, ജഡമായി തീർന്ന ക്രിസ്തുവേ, മാംസമായി തീർന്ന ക്രിസ്തുവേ, അങ്ങ് ഞങ്ങളെ അറിയാൻ പദ്ധതിയുണ്ടപ്പോ ആ പദ്ധതിക്കകത്ത് പരിശുദ്ധ ദൈവമാതാവിനെ പ്രവേശിപ്പിച്ചത് ഇന്ന് അതേ കൃപ ഞങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. എല്ലാവരും കൃപയ്ക്ക് വേണ്ടി യേശുവേ എന്ന് വിളിച്ചേ. കൃപയുടെ നിറകുടമേ മേരി മാതാവേ, കൃപയുടെ നിറകുടമേ മേരി മാതാവേ, ശരണരാകും ഞങ്ങളെല്ലാം കൃപയാൽ നിറയ്ക്കണമേ. മേരി മാതാവേ, ശക്തമായി നമുക്ക് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വീടുകളിലേക്ക് തലമുറ സംബന്ധമായ ബന്ധനങ്ങൾ പൊട്ടിമാറട്ടെ. Hallelujah. All കുഞ്ഞുങ്ങളുടെ bondage of വിവാഹ sterility, let it തടസ്സങ്ങൾ, break. മക്കളുടെ വിവാഹ തടസ്സങ്ങൾ മാറിപ്പോട്ടെ. All blockages in marriages. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ In the name of Jesus. കുഞ്ഞുങ്ങളുടെ വിവാഹ പ്രതിസന്ധികൾ മാറിപ്പോട്ടെ. യേശുനാമത്തിൽ കർത്താവേ, ഈ സമയത്ത് സാമ്പത്തിക ഉദ്ധാരണങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാം. സാമ്പത്തിക ഉദ്ധാരണങ്ങൾ ഉണ്ടാകട്ടെ. യേശുനാമത്തിൽ പാപശക്തിയുടെ മേൽ വിജയം ഉണ്ടാവട്ടെ. യേശുനാമത്തിൽ പാരമ്പര്യ രോഗങ്ങളുടെ വേരുകൾ അറുക്കപ്പെടട്ടെ. യേശുനാമത്തിൽ തലമുറ വ്യസനങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. യേശുനാമത്തിൽ തല മുതൽ പാദം വരെയുള്ള സർവ രോഗങ്ങളും സൗഖ്യമാവട്ടെ. യേശുനാമത്തിൽ ഉദരബന്ധനങ്ങൾ അഴിയട്ടെ. യേശുനാമത്തിൽ അപവാദങ്ങൾ മാറിപ്പോട്ടെ. യേശുനാമത്തിൽ ആക്ഷേപങ്ങൾ മാറിപ്പോട്ടെ. യേശുനാമത്തിൽ കടക്കണികൾ മാറിപ്പോട്ടെ. യേശുനാമത്തിൽ വസ്തു വ്യവഹാരങ്ങൾ നടക്കട്ടെ. യേശുനാമത്തിൽ യാത്രകളിൽ പതിയിരിക്കുന്ന അനർത്ഥങ്ങൾ നീങ്ങിപ്പോട്ടെ. യേശുനാമത്തിൽ
വഴിവക്കിൽ തങ്ങിയിരിക്കുന്ന അപകടങ്ങൾ മാറിപ്പോട്ടെ. യേശുനാമത്തിൽ വ്യവഹാരങ്ങൾ വിസ്തൃതമാക്കപ്പെടട്ടെ. യേശുനാമത്തിൽ പരിധിയില്ലാത്ത ആത്മീയ അനുഗ്രഹങ്ങൾ തുറക്കപ്പെടട്ടെ. യേശുനാമത്തിൽ അശുദ്ധിയുടെ എല്ലാ കറകളും ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. യേശുനാമത്തിൽ പരമപരിശുദ്ധനായവനോട് ചേരുവാനുള്ള കൃപ ഞങ്ങൾ വ്യാപരിക്കട്ടെ. യേശുനാമത്തിൽ ഒരുമിച്ച് പറയുക, യേശുവിന്റെ നാമത്തിൽ. യേശുനാമത്തിൽ വലിയ അത്ഭുതത്തിന്റെ ശക്തി ഓരോ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ. ലൈവായിട്ട് പ്രാർത്ഥന അപേക്ഷ നടത്തുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. എല്ലാവരെയും കടാക്ഷിക്കണമേ. എല്ലാവർക്കും ഇത് വലിയ അത്ഭുതമായി മാറട്ടെ. ശക്തമായ പ്രാർത്ഥനയുടെ സ്ഥലമായി ഇത് മാറട്ടെ. സ്വർഗീയ മാലാഖമാരോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, സമർപ്പിതരോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, മാലാഖ വൃന്ദത്തോട് ചേർന്ന്, പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന്, ലോകമെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെട്ട ദിവ്യ ബലികളുടെ ഐശ്വര്യത്തെ വിശ്വാസത്താൽ സ്വീകരിച്ചു. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ക്ലാസ്സുകള് എല്ലാ വെള്ളിയാഴ്ചകളും വലിയ അനുഗ്രഹമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ കഴിയാതെ ആർക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇതാ വീണ്ടും ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കി അതിനകത്ത് അവർക്ക് ലിങ്ക് കൊടുക്കുവാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ 8589039039 നമ്പറിലേക്ക് 8589039039 നമ്പറിലേക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പഠിക്കാൻ എനിക്കും താല്പര്യമുണ്ട് എന്നുള്ള താല്പര്യം പ്രകടിപ്പിക്കുക. 2-3 ക്ലാസ്സുകളെ കഴിഞ്ഞുള്ളൂ. ഇനി നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്ത് വരാൻ കഴിയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകളാണ് ഇത്. സാധാരണക്കാർക്ക് ലഭിക്കുന്ന അസുലഭ അവസരം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പഠനങ്ങൾ ഇനിയും നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ബ്രദറെ, എനിക്കത് മിസ്സായി ആ സമയത്ത്. I would like to join. Please send us a message. 8589039039 9847389389 prayer line ആണ്. എനി ടൈം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇടവരട്ടെ. 2 യൂട്യൂബ് ചാനലിലൂടെ, ഒരു ഫേസ്ബുക്ക് പേജിലൂടെ ദൈവത്തിന്റെ വചനം സുലഭമായി എല്ലാ ദിവസവും എത്തുന്നു. നോക്കൂ, തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മുതൽ സൂം ലൈവില് ശുശ്രൂഷകൾ ആരംഭിക്കുക. മിക്കവാറും ദിവസങ്ങളിൽ ഞാനും ചേരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ അവസരം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ആഗമന കാലത്തിന്റെ ഈ വലിയ പ്രതീക്ഷ കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാല് നിറയാൻ ഇടവരട്ടെ. ചങ്ങനാശ്ശേരിയിലേക്ക് ഒന്ന് വന്ന് കാണാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഒരു സൗഖ്യം നേരിട്ട് സ്വീകരിക്കുവാനൊക്കെ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിലും 9847389389 നമ്പറിൽ വിളിച്ചാട്ടെ. കുറച്ച് ആൾക്കാരെ പ്രവേശിപ്പിച്ചുകൊണ്ട് ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് കുറച്ച് പേരെ കാണാനും പ്രാർത്ഥിക്കാനുമുള്ള തുറവി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് മുൻകൂട്ടി നിങ്ങളുടെ പേരും കാര്യങ്ങളും ഡീറ്റെയിലും രജിസ്റ്റർ ചെയ്താൽ അതിനുള്ള അവസരം ഉണ്ടായിരിക്കും. ചങ്ങനാശ്ശേരിയിൽ അത് പ്രത്യേകിച്ച് പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഓർപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇൻ ബിറ്റ്വീൻ ഒരുപാട് ഇന്ററപ്ഷൻസ് അല്ലേ ഈ ലൈവില് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴേ അത് പൂർണ്ണമായിട്ട് എല്ലാവർക്കും കിട്ടുകയുള്ളൂ. എനിവേ, താങ്ക് യു ഫോർ ജോയിനിങ് us. ഒരു അഡ്വാൻസ് മെറി ക്രിസ്മസ് എല്ലാവർക്കും നേരുകയാണ്. ഈ ക്രിസ്മസിന്റെ വീക്ക് നമുക്ക് എല്ലാവർക്കും വലിയ അനുഗ്രഹത്തിന്റെ ആഴ്ചകളാകട്ടെ എന്ന് വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാലോം TV-യിൽ ബുധനാഴ്ച തോറും നടക്കുന്ന ശുശ്രൂഷകള്, ഈ ആഴ്ചത്തെ മെസ്സേജൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്രിസ്മസ് സന്ദേശങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിനെ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുവാനും സ്വീകരിക്കുവാനും പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഷാലോം TV-യിൽ 7:30 മുതൽ ബുധനാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 7:30 മുതൽ 8 മണി വരെ ശുശ്രൂഷകൾ ലഭിക്കുന്നു. അത് പ്രയോജനപ്പെടുത്തുവാൻ വിശേഷിച്ച് ഓർപ്പിക്കുന്നു. താങ്ക്സ് ഫോർ ജോയിനിങ് us. ഹാവ് എ ബ്ലെസ്ഡ് വീക്കെൻഡ്. എല്ലാവർക്കും കർത്താവിന്റെ അനുഗ്രഹത്തിൽ തുടരുക. കൃപ നമ്മോട് കൂടെ. എഴുന്നേക്കാം. ഇവിടെ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളും നിങ്ങൾ കടന്നു വന്ന വേദനകളും നിയോഗങ്ങളും എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക.
എന്തിനാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കണ്ണുകളെ അടയ്ക്കുക. നമുക്ക് ഒരുമിച്ച് ചില നിമിഷങ്ങൾ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സജി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബം മുഴുവൻ കർത്താവിന്റെ അഭിഷേകത്താല് നിറഞ്ഞു കവിയട്ടെ. നന്മയുടെ ആധാരമേ, ജീവന്റെ ഉറവിടമേ, വലിയ അനുഗ്രഹമായിട്ട് ജീവിതങ്ങൾ മാറപ്പെടട്ടെ. സിറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകളുടെ മേൽ വിശേഷമായ ഒരു അഭിഷേകത്തെ ഊറ്റണമേ. ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ഭയങ്കരമായ ദൈവകൃപയുടെ നിറവ് നിറയണമേ. കർത്താവിന്റെ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരാൻ വേണ്ടിയുള്ള അഭിഷേകത്താൽ നിന്റെ മകളെ മേൽ അഭിഷേകിക്കണമേ. മകളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്മയുടെ ആധാരമേ, തലയിലെ മുഴകള് ഈ സമയത്ത് അപ്രത്യക്ഷമാവട്ടെ. തലയിലെ മുഴകൾ ഈ സമയത്ത് അപ്രത്യക്ഷമാവട്ടെ. ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തി